ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിലെ അതിഗംഭീരമായ ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ബോർഡ് എക്സാമിന് 9 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് ഒരു ടോപ്പിക് ഉണ്ട്, ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഒരുപാട് പേർക്ക് ഡിഫിക്കൽട്ട് ആകുന്ന ഭാഗം. ഈ കാണുന്ന ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഭാഗം കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ട് മാറുമെന്ന് ഉറപ്പ് നൽകുന്നു. ഞാനോട് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ ആ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ മക്കളും നിർബന്ധം പഠിക്കണം. കാരണം എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നതും ഈ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഐഡിയ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നതും ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് dy by dx in the following if y equal to sin inverse of 2x divided by 1 plus x square. ക്വസ്റ്റ്യൻ മനസ്സിലാക്കും. ഈ കാണുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏതൊരു മക്കളും ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് പുറത്ത് സൈൻ ഇൻവേഴ്സ്, അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ നിൽക്കുന്നവൻ ആരാകുന്നതാണ് നമ്മൾക്ക് ലാഭം. ആലോചിക്കാം മക്കളെ, നമ്മളെല്ലാവരും സെക്കൻഡ് ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ ഒരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ. ഓർമ്മയുണ്ടോ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് അതിഗംഭീരമായ പ്രോപ്പർട്ടി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിരുന്നു. ആൻഡ് ഹോപ്പ് യു ഓൾ നോ where theta belongs to minus pi by 2 to pi by 2. തീറ്റ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ ടുന്റെയും പൈ ബൈ ടുന്റെയും ഇടയിലാണ് ഉണ്ടാവുക. ക്ലോസ് ഇന്റർവൽ മൈനസ് പൈ ബൈ 2 അതാണെന്ത് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച്. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിലായിരിക്കും നമുക്ക് എന്ത് തീറ്റ ഉണ്ടാകുക എന്ന് എല്ലാ മക്കളും ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. ഇതാണ് എനിക്ക് ഇവിടുന്ന് പറയാനുള്ളത്. അപ്പോൾ ഉള്ളിൽ സൈൻ വരണം. സൈൻ വരണമെങ്കിൽ ഈ കാണുന്നത് എന്താകണം? എക്സിന് നമ്മൾ എന്ത് കൊടുത്താലാണ് ഇവൻ സൈനിന്റെ ഫോർമുലയായി മാറുക? നമ്മൾ പ്ലസ് 1 മാത്സിനകത്ത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ ഒരു ഫോർമുല പഠിച്ചിരുന്നു, വേറൊന്നുമല്ല 2 tan theta ഡിവൈഡഡ് ബൈ 1 plus tan square theta. എല്ലാ മക്കൾക്കും ഓർമ്മ കാണുമായിരിക്കും ഈ കാണുന്ന ഫോർമുല. 2 tan theta ഡിവൈഡഡ് ബൈ 1 plus tan square theta and it is nothing but sin 2 theta. അതായത് സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണെന്ത് 2 tan theta ഡിവൈഡഡ് ബൈ 1 plus tan square theta. ഇത് കാണുമ്പോൾ തന്നെ എല്ലാ മക്കൾക്കും ഒരു പക്ക ഐഡിയ മനസ്സിലായിട്ടുണ്ടാകും. എക്സ് എന്താകണം? എക്സ് എന്ന് പറയുന്നത് ആ ടാൻ തീറ്റ ആകണം. എക്സ് എന്താകണം? എക്സ് എന്ന് പറയുന്നത് ടാൻ തീറ്റ. എന്നാൽ മാത്രമാണ് ശരിയാവുകയുള്ളൂ. സോ ഈ കാണുന്ന ക്വസ്റ്റ്യനകത്ത് എല്ലാ മക്കളും ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: പുട്ട് എക്സ് ഇക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ആരാ? തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത് എത്ര മാത്രമാണ്? നമ്മൾ രണ്ട് ഭാഗത്തും ടാൻ ഇൻവേഴ്സ് എടുക്കുന്നു. സോ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ വിച്ച് മീൻസ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണോ എക്സ് കാണുന്നത് കംപ്ലീറ്റ് എക്സിന് പകരം എല്ലാ മക്കളും എന്ത് ചെയ്യണം? ടാൻ തീറ്റ കൊടുക്കുക. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 tan theta divided by 1 plus tan square theta. So 2 tan theta divided by 1 plus tan square theta, it is same as sin 2 theta. So sin inverse of sin 2 theta. തൊട്ടും പറഞ്ഞോളൂ, sin inverse of sin theta തീറ്റയാണ്. So sin inverse of sin 2 theta ആരാ? It is same as 2 theta. So y എന്ന് പറയുന്നത് എല്ലാവർക്കും അതിമനോഹരമായിട്ട് മനസ്സിലായി, 2 തീറ്റയാണെന്ന്. തീറ്റ ആരായിരുന്നു? നമ്മൾ ഈ കാണുന്ന തീറ്റനെ എക്സിന്റെ ടേംസിലേക്ക് മാറ്റണം. അതായത് തീറ്റ ഇറ്റ് ഈസ് സെയിം ആസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഓടിപ്പോയിട്ട് ഈ കാണുന്ന തീറ്റയ്ക്ക് എന്ത് എഴുതുക? ടാൻ ഇൻവേഴ്സ് എക്സ് 2 into ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് y. അങ്ങനെയാണെങ്കിൽ മക്കളെ dy by dx എന്താ? dy by dx എന്ന് പറയുന്നത് 2 into ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് മറ്റൊന്നുമല്ല 1 divided by 1 plus x square. ഇത് മാത്രമാണ് നമുക്ക് ഇവിടുത്തെ ഒരു ചോദ്യമായിട്ട് വരുന്നത്. അത് ഗംഭീരമായിട്ട് എല്ലാവർക്കും തന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഉറപ്പുവരുത്തുന്നു. നേരെ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ. y എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 minus x square ഇങ്ങനെ കാണുന്നുണ്ട്. ചിലത് പറയുന്ന നേരെ ഡെറിവേറ്റീവ് കൊടുക്കാന്ന്. ഞാൻ പകരം വേറെ ആലോചിക്കുക, വേറെ എഴുതിക്കുക. നോക്കാം. ഈ കാണുന്ന എക്സ് എന്തായാലും ഉപകാരമായിരിക്കും. എക്സ് ഒരു സൈൻ തീറ്റയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്താ? തീറ്റ അല്ലേ? തീറ്റയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? പുട്ട് എക്സ് ഇക്വൽ ടു സൈൻ തീറ്റ. അപ്പൊ ആലോചിക്കും ചില പറയും ഇയാൾ മണ്ടത്തര കാണിക്കുന്നത്. കാരണം ഇതിന്റെ ഡെറിവേറ്റീവ് അറിയാലോ, നേരെ എഴുതി കൂടെ എഴുതാം. പക്ഷെ ഇപ്പുറത്തൊരുത്തരുണ്ട്, ഇവന്റെ ഡെറിവേറ്റീവ് കാണല് ഈസി അല്ല, അത്ര വലിയ എളുപ്പമല്ല. ആയതിനാൽ എന്റെ മക്കൾ എല്ലാവരും എന്താ ചെയ്യാ? നമുക്കത് ഇവനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. ശ്രദ്ധിക്കണം, പുട്ട് എക്സ് ഇക്വൽ ടു സൈൻ തീറ്റ. എന്താ റീസൺ പറയുന്നത്? ഇവിടെ സൈൻ ഇൻവേഴ്സ് ആണ്. സോ എനിക്ക് എന്താണ് ഇവിടെ
സൈൻ ഇൻവേഴ്സ് ടേംസ് എല്ലാം പോകണമെങ്കിൽ എക്സ് എന്താകണം, എക്സ് സൈൻ തീറ്റ. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ആയിട്ട് മാറും. അതാണ് എന്റെ ലോജിക് കേട്ടോ. സോ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് ഓക്കെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ തീറ്റ. സോ എക്സ് സ്ക്വയർ എന്തായിരിക്കും, സൈൻ സ്ക്വയർ തീറ്റ. മക്കളെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ, തീറ്റ മാത്രം ബാക്കി, ഇറ്റ് ഈസ് സെയിം ആസ് തീറ്റ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നമ്മൾ പ്ലസ് 1 പഠിച്ചിരുന്നു, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1, which means 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇറ്റ് ഈസ് സെയിം ആസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ എല്ലാവരും, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ബേസിക്കലി അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റി, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് അത് കോസ് സ്ക്വയർ തീറ്റയാണ്. നേരെ പോയി എഴുതി കോസ് സ്ക്വയർ തീറ്റ. ഇതാ സ്ക്വയറും റൂട്ടും പോയി, ബാക്കി എന്തുണ്ട്, തീറ്റ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ. അയ്യോ, എനിക്ക് ആവശ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ആയിരുന്നു, അല്ലാതെ കോസ് തീറ്റ അല്ല. ആലോചിച്ചു, എന്താലോചിച്ചു, കാണുന്ന കോസിനെ മാറ്റണം എന്തിലേക്ക്, സൈനിലേക്ക്. കാരണം എന്നാൽ മാത്രമാണ് നമ്മുടെ എയിം എന്ന് പറയുന്ന സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ലഭിക്കുള്ളൂ. സോ എല്ലാവരും ആലോചിച്ചു, ഈ കാണുന്ന കോസിനെ മാറ്റണം ഏതിലേക്ക്, സൈനിലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോർമുലയുണ്ട്, സൈൻ തീറ്റനെ കോസ് ആക്കാനും കോസിനെ സൈൻ ആക്കാനും നമ്മുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട്. ഇതാ സൈൻ തീറ്റനെ കോസ് ആക്കണമെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സും, ആൻഡ് കോസ് തീറ്റനെ സൈൻ ആക്കണമെങ്കിലോ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ. Okay, so sin theta it is same as cos of pi by 2 minus theta and cos theta it is same as sin of pi by 2 minus theta. എല്ലാം നമുക്ക് നിർബന്ധമായിട്ടും ഈ കാണുന്ന രണ്ട് ഫോമിൽ പഠിക്കണം, കാരണം എക്സാമിന് ഇവനെ രണ്ടുപേരെ നമുക്ക് എന്താണ് ആവശ്യമുണ്ട്. സോ ഓടിപ്പോയി ഇവിടെ ഒരു cos theta ഉണ്ട്, മാറ്റി എന്താക്കി sin of pi by 2 minus theta. So right now he becomes y equal to theta plus sin inverse of sin pi by 2 മൈനസ് തീറ്റ. ഇതാ ഉള്ളിലാരാ, പൈ ബൈ 2 മൈനസ് തീറ്റ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആണെന്ന് അറിയാം. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് തീറ്റ പ്ലസ് പൈ ബൈ 2 മൈനസ് തീറ്റ. തീറ്റ തീറ്റ പോയി, ബാക്കി എന്തുണ്ട്, പൈ ബൈ 2 മാത്രം ബാക്കി. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു പൈ ബൈ 2 ഒരു കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 0. നെക്സ്റ്റ് വൺ എല്ലാവരും ശ്രദ്ധിക്കുക, സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്. ഞാനിപ്പോൾ ഇത് അധികം പറയേണ്ട കാര്യമില്ലായിരിക്കും. എന്തുകൊണ്ടാ, നിങ്ങൾക്കറിയാമായിരിക്കും ഇവിടെ സൈൻ എക്സ് ആണ് ആവശ്യം, കോസ് എക്സിന് പകരം നമുക്ക് എന്താണ് സൈൻ എക്സ് ആണ് ആവശ്യം. അപ്പോൾ ഈ കിടക്കുന്ന കോസ് എക്സിന് പകരം സൈൻ എക്സ് ആക്കാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും, കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. അപ്പൊ എന്ത് കിട്ടി, വൈ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ബൈ 2, ഇവിടെ തീറ്റ എക്സ് ആയതുകൊണ്ട് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്. എന്തായി, അത് കോസ് ആക്കണം, കാരണം ഇവിടെ കോസ് ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ മക്കളെ, ഉള്ളിൽ കോസ് ആക്കണം. ഉള്ളിൽ കോസ് ആക്കാൻ എന്ത് വേണം, സൈൻ എക്സ് ഇറ്റ് സെയിം ആസ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആണെന്ന് പറയും. സോ ഉള്ളിലത്തെ ആംഗിൾ ആരാ, അത് ഇവനാണ്, അത് മാത്രം എഴുതുക. സോ പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് പൈ ബൈ 2 മൈനസ് എക്സ്. പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 പൈ ആണെന്ന് അറിയാം. പൈ മൈനസ് minus x it is minus 2x. ഇതാണ് വൈ, which means dy by dx equal to y constant derivative 0 minus 2x എന്ന ഡെറിവേറ്റീവ് minus 2. അത് minus 2 into derivative of x എല്ലാവർക്കും അറിയാം 1 ആണെന്ന്. The answer is minus 2. That's all. Next one എല്ലാവരും ശ്രദ്ധിക്കാം, y equal to tan inverse of 1 minus cos x divided by sin x. വളരെ രസകരമായ ചോദ്യമാണ്, എല്ലാ മക്കളും നിർബന്ധമായിട്ടും പഠിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്നത്. വേറെ ഒന്നുമല്ല, 1 minus cos x. 1ന്റെ കാമുകി എക്കാലും ഓർക്കുക കോസ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് കോസിന്റെ 1-2 ഫോർമുലാസ് ഉണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട 1-2 ഫോർമുലാസ് ആണ്. അതായത് cos 2x ഫോർമുലയാണ് cos 2x it is same as 2 cos square x minus 1. അതുപോലെ തന്നെ cos 2x വേറെ ഫോർമുലയുണ്ട്, എല്ലാവരും പഠിക്കണം കേട്ടോ, 1 minus 2 sin square x. ഈ കാണുന്ന രണ്ട് ഫോർമുലയിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. എല്ലാവരും നോക്കുക, ഈ -1 ഇവിടെ വന്നു, 1 plus cos 2x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് 2 cos square x. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ആൻഡ് ഇവിടെ നിന്ന് എഴുതാൻ പറ്റും നമുക്ക്
1 minus cos 2x എന്ന് പറയുന്നത് it is same as 2 sin square x. എല്ലാ മക്കളും ശ്രദ്ധിക്കുന്നത് ഇത്ര മാത്രമാണ്. ഇവിടെ 2x ആണെങ്കിൽ 2x ന്റെ പകുതി ഹാഫ് എത്രയാ? x ഇവിടെ. അതായത് ഇവിടെ 4x ആയിരുന്നെങ്കിൽ 4x ന്റെ പകുതി 4x ന്റെ ബൈ 2 എത്രയാ? 2x. ഇവിടെ 2x ആയനെ കിട്ടിയ. അതായത് ഇവിടെയുള്ള ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയാണ് ഇവിടെ വരാം. ഇവിടെ അങ്ങനെ തന്നെ ഇവന്റെ പകുതി ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് എന്താണ്? 1 minus cos x. സോ ഈ കാണുന്ന ഫോർമാറ്റിൽ വരുന്നു 1 minus cos x ആണ്. എല്ലാം നമുക്ക് നോട്ട് ചെയ്യണം. 1 minus cos x. അപ്പോൾ ഇവിടുത്തെ ആരാ? എക്സ് ആണ് ആംഗിൾ. ആംഗിൾ എക്സ് ആണെങ്കിൽ എക്സിന്റെ പകുതിയാണ് ആവശ്യം. എക്സിന്റെ പകുതി ആരാ? എക്സിന്റെ പകുതി x/2 ആണ്. സോ ഓടിപ്പോയിട്ട് എഴുതി ഇറ്റ് സെയിം ആസ് 2 sin square x/2. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ? നേരെ എഴുതുക. tan inverse of 2 sin square x/2. അട പാപി, ഇവിടുത്തെ ആംഗിൾ പകുതി. ഇവനെയോ? ഇവൻ ഇപ്പോഴും എക്സാ. സത്യം പറയട്ടെ, ആരും പോയിട്ട് ഇവന്മാരെ വെട്ടിക്കളയരുത്. നല്ല പേട്ട കൊള്ളു കേട്ടാ. എന്ത് കാരണം? ഇവന്മാരുടെ ആംഗിൾ വേറെയാടാ. അതായത് ഇവിടുത്തെ ആംഗിൾ x/2 ആണ്, ഇവിടെ എക്സ് ആണ്. അപ്പോൾ ആംഗിൾ ഡിഫറെന്റ് ആണ്. നമ്മുടെ എയിം എന്ന് പറയുന്നത് പോലും ആംഗിളിനെ സെയിം ആക്കണം. ആംഗിളിനെ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്വസ്റ്റ്യൻ സോ സിമ്പിൾ. ഇവന്റെ പകുതിയാക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇവന്റെ സൈനിന്റെ ഹാഫ് ആംഗിൾ ഫോർമുല. അപ്പൊ ചോദിക്കും ചിലര്, ആരാടാ സൈനിന്റെ ഹാഫ് ആംഗിൾ ഫോർമുല? അത് വേറെ അല്ലടാ. അതെ, ഓക്കെ. sin 2x എന്ന് പറയുന്നത് 2 sin x cos x. കണ്ടോ? ഇവിടെ ആംഗിൾ 2x ആണ്. 2x ന്റെ പകുതി x. ഇവിടെ 4x ആയിരുന്നെങ്കിലോ? ഒന്ന് പറയണോ? sin 4x ആയിരുന്നെങ്കിൽ 4x ന്റെ പകുതി. അടിപൊളി. ഇത്ര 2 sin ആംഗിൾ 2x cos ആംഗിൾ 2x ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ sin x ആണെങ്കിലോ? sin x ആണെങ്കിൽ എക്സിന്റെ പകുതി x/2. ഇപ്പൊ എന്തെഴുതും? 2 sin x/2 cos x/2. സോ എല്ലാവരും ഓടിപ്പോയി sin x ന് പകരം എഴുതണം 2 sin x/2 cos x/2. മാച്ചു എഴുതുന്നു 2 sin x/2 cos x/2. ടൂവും ടൂവും വെട്ടിപ്പോയി. ഒരു sin x/2 ഒരു sin x/2 പോയി. ബാക്കി എന്തുണ്ട്? sin x/2 divided by cos x/2. So y equal to tan inverse of sin x/2 divided by cos x/2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും sin x/2 divided by cos x/2 it is same as tan x/2. So tan inverse of tan x/2 it is same as x/2. ഇതാണ് വൈ. മക്കളെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇൻവേഴ്സൽ ചോദ്യ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ dy/dx. ഇത് മാത്രമാണ് ഡിഫറൻസിയേഷൻ. എന്തുട്ടാ? 1/2 നോക്കിയേ. by2 കോൺസ്റ്റന്റ് 1/2 എഴുതി. മേലാരാ? എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ? 1. ദി ആൻസർ ഇസ് 1/2. ഇത്രേ. അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഡിഫറൻസിയേഷൻ. ബാക്കിയെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഇതുപോലത്തെ നടത്തുന്നത്. കോസ് ഇൻവേഴ്സ് ഓഫ് 1 minus x square divided by 1 plus x square. ഇവിടെ നോക്കുമ്പോഴേ ഉള്ളിൽ ആരുണ്ട്? 1 minus x square by 1 plus x square. പുറത്തോ? കോസ് ഇൻവേഴ്സ് എക്സ്. എയിം എന്താ? ഉള്ളിൽ കോസ് ആകണം. ഉള്ളിൽ കോസ് ആകണമെങ്കിൽ എക്സ് എന്താവണം? ആലോചിച്ചാൽ മതി. എല്ലാ ഫോർമുല ലിസ്റ്റ് എടുക്കാം. എല്ലാ ഫോർമുലയും. അപ്പോൾ ഒരു ഫോർമുല കിട്ടും. എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോർമുലയുണ്ട്. 1 minus tan square theta divided by 1 plus tan square theta it is same as cos 2 theta. cos 2 theta ഞാൻ പറയുമ്പോൾ രണ്ട് ഫോർമുല മുമ്പ് പറഞ്ഞെങ്കിൽ മൊത്തമായിട്ട് cos 2 theta 4 ഫോർമുല ഉണ്ട്. ക്ലാസ് നോക്കണം. 4 ഫോർമുല മൊത്തം cos 2 theta ഉള്ളത്. രണ്ടുപേരെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടുപേരാണ് ഇവന്മാർ. 1 2. ഇനി ബാക്കി രണ്ടുപേരുണ്ട്. ഒന്ന് cos square x minus sin square x ആൻഡ് അവസാനമായിട്ട് 1 minus tan square x divided by 1 plus tan square x. ഇങ്ങനെ 4 ഫോർമുല നമുക്ക് cos 2x നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ആ കാണുന്ന ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സോ y equal to cos inverse of 1 minus tan square theta divided by 1 plus tan square theta. It is same as cos 2 theta. So y equal to
cos inverse of cos 2 theta. The answer is 2 theta. ഇതാണ് y. So y equal to 2 times മക്കളെ തീറ്റ ആരാ? x എന്ന് പറയുന്നത് tan തീറ്റ ആണെങ്കിൽ തീറ്റ ആരാ? tan inverse x. സോ ഓടിപ്പോയി എന്ത് ചെയ്യാ? തീറ്റയ്ക്ക് പകരം എല്ലാ മക്കളും tan inverse x കൊടുക്കാം. സോ dy by dx equal to 2 into ഇത് എന്റെ കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ എന്റെ കൈശ്വരം മോശമാണ്. കൂടുതൽ ഐപാഡും കൂടി പണി നമ്മൾ ഇങ്ങനെ എത്ര അലമ്പാവും കേട്ടാ. 2 into ഇവിടെ tan inverse x ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് tan inverse x ആണ് ആവശ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം 1 divided by 1 plus x square. ഓക്കെ, അതായത് 2 by 1 plus x square മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി ദിസ് വൺ, ഇവനും ഒരു സിമ്പിൾ ചോദ്യം. ഇവിടെ സൈൻ വേഴ്സാ, ഇവിടെ സൈൻ വേഴ്സ്, ഉള്ളിൽ എന്ത് വേണം? സൈൻ വേണം. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ലൈവിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ലൈവിനകത്ത് വരണം. ലൈവിൽ നമ്മൾ അതിഗംഭീരമായിട്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് ഞാൻ ക്ലൂവും കൂടി തരാം. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഉള്ളിൽ സൈൻ വേണമെങ്കിൽ ആലോചിച്ചു, സൈനിന്റെ ഫോർമുലയിൽ എവിടെയോ 2 ഉണ്ട്. ഞാൻ തന്നെ എഴുതിയിരുന്നു 2 sin x cos x. 2 ഉണ്ട്. ഇപ്പൊ മനസ്സിലായി കാണും. ഈ കാണുന്ന x എന്ന് പറയുന്നത് ആരാവണം? sin x ആവണം. സോ പുട്ട് x equal to sin theta. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് ഉള്ളിലുള്ളവൻ sin 2 theta ആയി മാറും. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. എല്ലാ മക്കളും ചെയ്തു നോക്കാം. ഇത്ര മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ഭാഗത്തിന്റെ ഏറ്റവും ക്രക്സായ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ മക്കളും നിർബന്ധം പഠിക്കണം. ആൻഡ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട വേറെ സംഭവമാണ് ട്രിഗണോമെട്രിയിലെ സെറ്റ് ഓഫ് ഫോർമുലാസ്. കോസ് 2 തീറ്റ, സൈൻ 2 തീറ്റ, ടാൻ 2 തീറ്റ, സൈൻ 3 തീറ്റ, കോസ് 3 തീറ്റ. ഈ കാണുന്ന സെറ്റ് ഓഫ് ഫോർമുലാസ് എല്ലാ മക്കളും ഒന്ന് പഠിക്കുക. കാരണം വേറെ ഒന്നുമില്ല, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഈസി ആവാനായിട്ട് ഈ കാണുന്ന എല്ലാ ഫോർമുലാസും ആവശ്യമുണ്ട്. Make a note on it. Bye bye guys. Thank you and signing off Afnas AK from Xylem Learning. Bye bye. Thank you all.